നവാസെ, പിണറായി വിജയനെ നമുക്ക് സഭയിൽ കിട്ടണം. ഇത് കെ.എം. ഷാജി പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. കെ.എം. ഷാജിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കെ.എം. ഷാജിയുടെ തീപ്പൊരി പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് കെ.എം. ഷാജിയുടെ പ്രസംഗങ്ങൾ എനിക്കും. പക്ഷെ അദ്ദേഹം ഇത്തരത്തിലൊരു വാചകം പറഞ്ഞു എന്ന് പറയുന്ന സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ്. മീഡിയ വണ്ണിന്റെ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ അബ്ദുൾ റഷീദ് ധർമ്മടത്ത് ഇടതു കോട്ടയെ ശരിക്കും ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയണ്ട. ആദ്യ 6 റൗണ്ടുകളിലും പിണറായി വിജയനെ നിലം തൊടിക്കാണ്ട് നിർത്തിയ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിച്ചത് പിണറായി വിജയൻ ആണെങ്കിലും ഇപ്പുറത്ത് അബ്ദുൾ റഷീദിന്റെ ആദ്യ റൗണ്ടുകളിലെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും പിണറായി അതുപോലൊരു ധർമ്മടം പോലൊരു കോട്ടയിൽ 6 സ്ഥലങ്ങൾ എണ്ണിയപ്പോഴും അബ്ദുൾ റഷീദ് മുന്നിൽ നിന്നു എന്ന് പറയുന്നതിലും വലിയൊരു അപമാനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വരാനില്ല. ഇവിടെ അബ്ദുൾ റഷീദ് പറയുന്ന ഒരു ഡയലോഗ് പക്ഷേ അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പിണറായി വിജയനേക്കാൾ ലീഡ് വന്നപ്പോൾ ആദ്യം സംസാരിച്ചത് കെ.എം. ഷാജിയാണ്. നീ ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കരുത്, നീ ഇത് എന്ത് ഭാവിച്ചാണ് എന്ന് ചോദിച്ചു. എന്താ ഷാജിക്ക എന്ന് ഞാൻ ചോദിച്ചു. പിണറായി വിജയനെ നമുക്ക് സഭയിൽ വേണമെന്നായിരുന്നു മറുപടി. തൊട്ടുപുറകെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഒക്കെ വിളിച്ചു. ഞാനാകെ അമ്പരന്ന് പോയി. വളരെ സന്തോഷം തോന്നി ആ സമയത്ത്. ഈ പറയുന്നത്, എടാ നീ എന്ത് ഭാവിച്ചാണ്, 6 റൗണ്ടിലും മുന്നിലാണല്ലോ നിൽക്കണേ, അപ്പൊ എന്ത് ഭാവിച്ചാണ്, ജയിക്കാനൊന്നും നിൽക്കല്ലേ, തോറ്റുകൊടുത്തേക്ക്, നീ ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ നമുക്ക് സഭയിൽ കിട്ടൂല, അപ്പോ നീ അങ്ങ് തോറ്റേക്ക്, വിട്ടേക്ക്. ലൈക്ക് ഇത് കപ്പലണ്ടി പെറുക്കലാണോ നടക്കുന്നതെന്ന് സംശയം തോന്നും. ആ സമയമാകുമ്പോൾ ഞാനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മതി ഷാജിക്ക പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് പോസ് ബട്ടൺ അമർത്താം, തോറ്റോട്ടെ, പിണറായി അങ്ങ് കയറി പൊക്കോട്ടെ. ആ ഒരു കൈൻഡ് ഓഫ് എന്തുകൊണ്ടാണ് അബ്ദുൾ റഷീദ് ഇത്തരത്തിലൊരു കമന്റ് അവിടെ പറഞ്ഞതെന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും കെ.എം. ഷാജിയെ പോലെ ഒരാൾ വിളിച്ചിട്ട് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് മറ്റൊരു തരത്തിലും കാണാം. എന്തായാലും കെ.എം. ഷാജിക്ക് പിണറായി വിജയനോടുള്ള അവർ തമ്മിൽ തീർക്കേണ്ടതായിട്ട് കെ.എം. ഷാജി കരുതി വെച്ചിരിക്കുന്ന പല വിഷയങ്ങളിലും, അതായത് രാഷ്ട്രീയമായിട്ടും ലീഗലി ഉള്ള കാര്യങ്ങളാണെങ്കിലും കെ.എം. ഷാജിക്ക് നേരിട്ട് ചോദിക്കാനും അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാനും ഒക്കെ സഭയിൽ ഇതുപോലൊരു എതിരാളി വേണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിൽ പറഞ്ഞൊരു തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ട്രോളുകൾക്കിടയാക്കിയ ഒരു കമന്റ് ആയിരുന്നു അബ്ദുൾ റഷീദിന്റെ. ഇതിലിപ്പം എന്താണെന്നറിയോ, എനിക്ക് ആദ്യം തോന്നിയത് കെ.എം. ഷാജി അഴീക്കോട് ആദ്യം ഇങ്ങനെ ജയിച്ചു എന്നുള്ളതാണ്. അന്ന് വലിയ വിവാദമായ ഒരു കാര്യമായിരുന്നു. നികേഷ് കുമാർ കിണറ്റിലിറങ്ങുന്നു, ഷാജി പുറത്തുനിന്ന് കയറിട്ട് കൊടുക്കുന്നു. അന്ന് വലിയ പ്രശ്നം ചർച്ചയിലായിരുന്നത്. ഇത്തരത്തിൽ താൻ വലിയ സാമൂഹിക പ്രവർത്തകനാണ് നികേഷ് കുമാർ കാണിക്കുന്നു. പിന്നീട് നികേഷ് കുമാറിനെ തോൽപ്പിച്ച് കെ.എം. ഷാജി ജയിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് 2021 ഇലക്ഷൻ ഷാജി അമ്പെ തോൽക്കുന്നൊരു പരാജയപ്പെടുന്ന ഒരു സമ്പ്രദായം കണ്ടു. അന്ന് ഈ പറഞ്ഞ പോലെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമായിരുന്നു. ഏകദേശം 99 സീറ്റ് LDF കിട്ടി. അതിൽ ഷാജിയുടെ അഴീക്കോടടക്കം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യാവസ്ഥയാണ്. അതിനുശേഷം ഷാജി നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ, വിജിലൻസിന്റെ അന്വേഷണം, ഷാജിന്റെ വീട് പൊളിക്കണം എന്ന് പറഞ്ഞാണ്ട് റെയ്ഡ് വരുന്നു. അതേപോലെ അഴീക്കോട് ഒരു +2 സ്കൂളിന് MLA ആയിരിക്കെ 25 ലക്ഷം രൂപ +2 ബാച്ച് അനുവദിച്ചതിന് വേണ്ടി കോഴ വാങ്ങി. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ED റെയ്ഡ്, അതേപോലെ മറ്റ് എന്താ പറയുക സംസ്ഥാന ഇന്റലിജൻസിന്റെ റെയ്ഡ്, പോലീസിന്റെ റെയ്ഡ്, പലതരത്തിൽ ഷാജിന്റെ വീട് പൊളിക്കുന്ന അവസ്ഥ വരുത്തായിരുന്നു. കാരണം ആദ്യം റെയ്ഡ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ സ്വത്ത് സമ്പാദനമായിരുന്നു. പിന്നീട് പറഞ്ഞത് പിന്നെ അതിർത്തി വിട്ടുങ്ങാണ്ട് റോഡിന് അങ്ങോട്ട് വീട് കയറ്റിയിട്ടുണ്ട്, അത് എന്തായാലും പൊളിച്ച് നീക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുള്ള പല രീതിയിലുള്ളത്. അന്ന് മുതൽ ഈ ലീഗിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും കുഞ്ഞാലിക്കുട്ടൻ ലീഗിന്റെ സമുന്നതനായ നേതാവ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ഒരാളല്ല. ലീഗിൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കാണാൻ പറ്റില്ല. എല്ലാവരും മൃദു സമീപനാണ് പിണറായി വിജയനോടെതിരെ. ആ ഒരു പേരെടുത്ത് പറയില്ല, അത്തരത്തിലുള്ള ഒരു നേതാവാണ്. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ലീഗിലൊരു നേതാവ് പിണറായി വിജയന്റെ പേരെടുത്ത് വിരല് ചൂണ്ടി സംസാരിക്കുന്ന നേതാവ് ഉണ്ടെങ്കിൽ അത് കെ.എം. ഷാജിയാണ്. അപ്പം അന്ന് തന്നെ ആൾക്ക് ഈ പറഞ്ഞ ചുരുക്ക് പിണറായി വിജയനായിട്ടുണ്ട്. അപ്പം അത് പുറത്ത് രാഷ്ട്രീയപരമായിട്ട് അയാൾ വീട്ടും, ലീഗിലെ ഈ പറഞ്ഞ പോലെ നേതാവാണ്. അപ്പം പുറത്ത് രാഷ്ട്രീയപരമായി നേരിടും. അതിലപ്പുറം ജയിച്ചു വരുമ്പോൾ ഷാജി എന്തായാലും ഷാജിക്കറിയാം ഇപ്രാവശ്യം ജയിക്കും എന്നുള്ളതും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ളതും. അപ്പം സ്വാഭാവികമായിട്ട് ഇക്കുറി മന്ത്രിസ്ഥാനം കിട്ടിയത് തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് തോന്നുന്നു. എന്തായാലും മന്ത്രിസ്ഥാനം ഉണ്ടാവും. ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ തനിക്കെതിരെ അന്ന് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച പിണറായിയെ നിയമസഭയിൽ തന്നെ കിട്ടണം എന്നുള്ളൊരു വാശി ഷാജിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അത് എന്താ പറയാ പകരത്തിന് പകരം അന്ന് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വീട്ടിൽ ഞാൻ അത് അകത്തുനിന്ന് വീട്ടും എന്നുള്ള തരത്തിലാണ് ഞാൻ ഈ ഒരു സാധനം ആ ഒരു എന്താ പറയുക എടുക്കുന്നത്. ഉറപ്പായിട്ടും ആ ഒരു വിഷയത്തിൽ കെ.എം. ഷാജിക്ക് മാത്രമല്ല പലർക്കും, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന്റെ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ എത്തുന്നതും
പിണറായി വിജയന്റെ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും വി.ഡി. സതീശന്റെ ഒരു ശരിക്കും ഒരു കൊടുക്കൽ വേറൊരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അത്തരത്തിലൊരു മാറ്റം സംഭവിക്കുമ്പോൾ ആ ഒരു സഭയിൽ കാണാൻ തന്നെ ഒരു ചന്താണ് ശരിക്കും. ആ ഒരു ഈ കണ്ടെങ്കിരിക്കും ജനങ്ങളെ കണ്ടില്ല 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നൊക്കെ പറയുന്നത് പോലെ 2-3 ദിവസം കഴിഞ്ഞ 10 വർഷത്തെ കാലയളവിലെ വലിയ ആഡംബരങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് ആ 10 വർഷം 40 വണ്ടി അകമ്പടിയിൽ പോയൊരു മനുഷ്യൻ പിന്നീട് റെയിൽവേ സ്റ്റേഷന്റെ സിമെന്റ് തിണ്ണയിൽ കിടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ കന്റോൺമെന്റ് ഹൗസ് വേണ്ട എന്ന് തോന്നുന്നു അല്ല അദ്ദേഹത്തിന് വാടക വീട് കുറച്ച് സൗകര്യങ്ങളുള്ള വീടുള്ളത് കൊണ്ട് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ വി.ഡി. സതീശൻ താമസിക്കാൻ താല്പര്യമില്ലാണ്ട് വാടക വീടാണ് അദ്ദേഹം എടുത്തത്. പക്ഷെ എന്തായാലും തുടക്കം മുതൽ തന്നെ ആ വാടക വീട്ടിൽ ഉൾപ്പെടെ ED കയറി നിറങ്ങിക്കൊണ്ടാണ് ആ ഒരു തുടക്കം തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പൊ അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ അവിടെ ജയിച്ചു പിണറായി വിജയൻ. പക്ഷെ ഇവരൊക്കെ ആഗ്രഹിച്ചതുപോലെ സഭയിൽ ആളെ കിട്ടുകയും ചെയ്തു. പക്ഷെ ആ ജയം പരാജയത്തെക്കാളും മോശമായ രീതിയിലുള്ളൊരു ജയമായിപ്പോയി. ധർമ്മടം പോലൊരു സ്ഥലത്ത് 6 കേന്ദ്രങ്ങളിലും പിണറായി വിജയന് എല്ലാ സപ്പോർട്ടും കിട്ടേണ്ടിയിരുന്ന ഒരു സ്ഥലത്ത്, പിണറായിയുടെ സ്വന്തം സ്ഥലത്ത് 6 കേന്ദ്രങ്ങളിലും പിണറായി വിജയനെ ജനം തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിലും വലിയൊരു അടി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അണികൾ ഉൾപ്പെടെ പറയുന്നൊരു കാര്യം, പ്രതിപക്ഷ നേതാവാകാൻ പോലും ഇത്രയും നാണം കെട്ട രീതിയിൽ തോറ്റിട്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യിക്കേണ്ട ഒരവസ്ഥ, നേതാവാകാൻ വേണ്ടിയിട്ട് വോട്ടെടുപ്പ് നടത്തേണ്ട ഒരു അവസ്ഥ ശരിക്കും പാർട്ടിക്ക് അപമാനമാണെന്ന് സഖാക്കൾ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് അടിക്കടി വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഇത്രയും നാളും മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കുക, മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോഴും സഖാക്കൾക്ക് മാറ്റങ്ങളൊന്നുമില്ല. ഇനിയും അവർ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം, ഇനിയും അവർ സംരക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. പ്രതിപക്ഷ നേതാവിന്റെ മകളെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തെ, പ്രതിപക്ഷ നേതാവിനെ എന്ന് പറഞ്ഞിട്ട്. അതായത് സഖാക്കൾക്ക് ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും മാറ്റമൊന്നുമില്ല. സഖാക്കൾക്ക് അന്നത്തെ പോലെ തന്നെ അടിമപ്പണി ഇനിയും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഈ തോൽവി എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ തിരിച്ചായിട്ടുള്ളത് CPM അപേക്ഷിച്ച് ബാക്കി പാർട്ടിക്കാരൊക്കെ പോയിക്കോട്ടെ, CPI ഒഴിവാക്കാം, എന്താ പറയുക, INL ഒഴിവാക്കാം, CPM മാത്രം എടുത്താൽ മതി. ഏകദേശം 140 മണ്ഡലങ്ങളിൽ 90 സീറ്റ് മത്സരിച്ച പാർട്ടി CPM ആണ്. ആ CPM വിജയിച്ച സീറ്റ് എന്ന് പറഞ്ഞാൽ 28-30 അടുത്താണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രത്തോളം സീറ്റിൽ മത്സരിച്ച് അവർക്ക് കിട്ടിയത് ഇത്ര സീറ്റേ ഉള്ളൂ. അപ്പൊ ഇതിനുള്ള ആകെ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ തന്നെയാണ്. ബാക്കി വരുന്ന CPIയുടെ 8 സീറ്റ്, INL, ബാക്കി എല്ലാം പാടെ കൂടിയിട്ടാണ് ഇവർക്ക് പറയുന്ന 35 തികയുന്നുള്ളൂ. എന്നിട്ടും ഒരു പാർലമെന്റ് അംഗത്തെ വിടാനുള്ള ഇത് തികഞ്ഞില്ല അവർക്ക്. അത് മാത്രമല്ല, ഈ ശ്രദ്ധിച്ചോന്നറിയില്ല, LDFന്റെ മീറ്റിംഗ് ഇതുവരെ തീർന്നില്ല. LDFന്റെ നിയമസഭാ കക്ഷി നേതാവിനെ സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നതോടൊപ്പം അവരും തീരുമാനിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ UDF കൺവീനർ എന്നൊക്കെ പറയാറില്ലേ, എന്ന പോലെ LDFന്റെ നേതാവായിട്ട് ഒരു നേതാവ് വരേണ്ടതാണ്. പക്ഷെ ഇന്നേ വരെ നടന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം CPI ആണ്. അങ്ങനെ കാലാകാലം ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പൊസിഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം CPI പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ പാർട്ടിയിലും LDFലും പിന്നെ ഗവൺമെന്റിലും ഏകാധിപത്യം കാണിച്ചു, എല്ലാം തന്റെ കൺട്രോളിലാക്കി, ഇനി വിട്ടുതരില്ല എന്നുള്ള നിലപാടിലാണ് CPI. അതിന്റെ ഭാഗമായിട്ടാണ് ഉപപ്രതിപക്ഷ നേതാവ് തങ്ങൾക്ക് വേണം എന്നുള്ള വാശിയിൽ. അതുകൊണ്ടാണ് ഇത്രതായിട്ട് സാധാരണ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇവരുണ്ടാവേണ്ടതാണ്. അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമസഭ പിന്നെ സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റ്. അതായിട്ട് പോലും ഈ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ നിയമസഭാ കക്ഷി നേതാവ് LDFന് ഇതേവരെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇത്രത്തോളം ആ പാർട്ടി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള സത്യമാണ് മുന്നണി. സാധാരണ CPI തരത്തിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ഒരു CPI നേതാവ്, ഒരു CPI അല്ല AIYFന്റെ നേതാവിന്റെ അടിവയറ്റ് ചോട്ടിയ വിഷയം ഒന്ന് വലിയ വിവാദമായിരുന്നു. അപ്പം അന്ന് പോലും CPI മൗനം പാലിച്ചു. പിന്നെ പല കാര്യങ്ങൾ നടന്നപ്പോഴും അതെ, അവർക്ക് ഇടപെടണമെന്നുണ്ട് CPIക്ക് പല വിഷയങ്ങൾ. കാരണം അവർക്ക് കുറെയൊക്കെ ബോധോദയുണ്ട്. CPIക്ക് മാത്രമല്ല CPMനും ബോധോദയുണ്ട്. അവരെ പാർട്ടി നേതാക്കന്മാർക്കും പല ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ, ഇവർക്കൊക്കെ ബോധോദയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാളപ്പുറത്ത് ഇരിക്കുമ്പോൾ ഇവർക്ക് വോയിസ് ഇല്ലാണ്ടാവുകയാണ്. അതൊരു സെയിം സംഭവമാണ് മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും വന്നത്. ഈവൻ കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ് പോലും ഇത്തരത്തിൽ അതിദയനീയമായ എല്ലാ പിന്നെ സ്ഥലങ്ങളും തോറ്റുപോകാനുള്ള കാരണം പിണറായി വിജയൻ തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ ആ പാർട്ടിയെ മാത്രമല്ല മറ്റു മുന്നണികളെ പോലും ഇല്ലാണ്ടാക്കിയൊരു വിജയമാണ്, ഒരു നേതാവാണ് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന് പറയുന്നത്. ആ മനുഷ്യനെ ഇനിയും ചുമക്കുക എന്നുള്ളതാണ് CPMന്റെ ഒരു ദുർവിധിയായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഷാജി എന്ന് പറഞ്ഞൊരു നേതാവ് ഇത്രത്തോളം കാത്തിരിക്കണം. കാരണം ഇനിയൊന്നും നോക്കാല്ല. ഒന്ന് ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരില്ല. മറ്റേത് ശബ്ദം ഉണ്ടാക്കാനെങ്കിലും 4 ശബ്ദം. കാരണം ഉമ്മൻചാണ്ടി ഇലക്ഷൻ മന്ത്രിസഭയിലെ കാലത്ത് നോക്കി കഴിഞ്ഞാൽ ബലാബലാണ്.
70-71 ആ ഒരു രീതിയിൽ അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഒരു സീറ്റിന്റെ പിൻബലമുള്ള ഉമ്മൻചാണ്ടിക്ക് അന്ന് ഉണ്ടായിരുന്നു. അപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നീട് ഇയാൾ ജയിക്കുമ്പോൾ, രണ്ടാം വട്ടം പിണറായി ജയിക്കുമ്പോൾ അവിടെ സഭ തീർത്തും വ്യത്യസ്തമാണ്. കാരണം 99 സീറ്റിലായിട്ട് വൻ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. അവിടെ UDF വോയിസ് ഇല്ല. ഇന്ന് ആ സ്ഥാനം കിട്ടുന്നത് പിന്നെ UDF CPM വോയിസ് ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ CPI അസ്വസ്ഥരാണ്. ഏകദേശം 8 സീറ്റ് അവർക്കുണ്ട്. അവർ CPM അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് CPM അവരെ വരുന്ന 27-28 MLA മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ UDF ഈ പറഞ്ഞ പോലെ 102-101 MLA അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി എന്തോ വോയിസ് ശബ്ദം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇവർ പറയാനുള്ളത് പറയും. മാത്രമല്ല ഷാജി MLA കൂടി ആയ സ്ഥിതിക്ക് എന്തായാലും പിണറായി വിജയനെ ഇനി നിയമസഭയിൽ ഇരുത്തി പൊരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നാലും പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ നടന്നു പോകും, അല്ലെങ്കിൽ ഇനി ആ സാധനം നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, അകമ്പടി നടക്കാൻ പോലും ആൾക്കാർ കുറവാണ്. മറ്റേത് ഇയാൾ നടന്നു കഴിഞ്ഞാൽ പിന്നിലൊരു പട പോലെ ഉണ്ടാവും. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം.